ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലെ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ നമ്മൾക്ക് മുടി പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചായപ്പൊടിയാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുക എന്നുള്ളത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് ആദ്യമേ തന്നെ 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുന്ന പോലെ 2 ഗ്ലാസ് വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. തിളച്ച് കഴിഞ്ഞാൽ തീ നല്ലപോലെ കുറച്ച് വെക്കണം. അപ്പോൾ ആദ്യമേ തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതിനകത്തോട്ട് 4 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഏത് ചായപ്പൊടിയാണോ യൂസ് ചെയ്യുന്നത് അത് ഇട്ട് കൊടുക്കാം. ഫ്ലേവേർഡ് ആയിട്ടുള്ള ചായപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കരുത്. ചിലത് മസാല ടീ അങ്ങനത്തെ ചായപ്പൊടിയൊക്കെ ഉണ്ട്, അതൊന്നും ഇട്ട് കൊടുക്കരുത്. നോർമലായിട്ടുള്ള ചായപ്പൊടി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ചായയുടെ ലീവ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ചായപ്പൊടിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. നല്ലൊരു ഹെൽത്തി സ്കാൽപ്പ് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെയർ ലോസിനെ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മളുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനും ഇത് സഹായിക്കും. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് 4 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവയ്ക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ ഇഫക്ട്സ് ഉണ്ട് ഇതിന്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് പ്രോട്ടീനും അയേണും പ്ലാന്റ് കോമ്പൗണ്ട്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് പുതിയ മുടി വരാനും പിന്നെ അതുപോലെ തന്നെ മുടിക്ക് നല്ല തിക്നെസ് കിട്ടാനും സഹായിക്കും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തിളപ്പിക്കുക. തിള വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിത് ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് പറ്റി ഏതാണ്ട് 3/4 ഗ്ലാസിൻ്റെ അടുത്തായിട്ട് വരും. അത്രയും നേരം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. തീ നല്ലപോലെ കുറച്ച് വയ്ക്കുമ്പോഴാണ് ഉലുവയുടെയും ചായപ്പൊടിയുടെയൊക്കെ മുഴുവൻ ഗുണങ്ങളും നമ്മൾക്ക് കിട്ടുന്നത്. ഇപ്പം ഞാനിവിടെ കുറച്ച് നേരമായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഇത് 3/4 ഗ്ലാസിൻ്റെ അത്രയും ആയിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മൾക്കിത് വേറൊരു പാത്രത്തിനകത്തോട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കണം. ഇനി ഉലുവ യൂസ് ചെയ്താൽ കോൾഡ് വരും എന്നൊക്കെ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചായപ്പൊടി തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഉലുവ തലയ്ക്കൊക്കെ തണുപ്പ് തരുന്ന ഒന്നും കൂടിയാണ്. ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിലത്തെ എല്ലാ ജ്യൂസും ഇറങ്ങി വരുന്ന രീതിയിൽ പ്രസ് ചെയ്യുക. ഇത് ഒരു പ്രാവശ്യത്തേക്കുള്ള യൂസിന് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾക്കിത് ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ 8 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചെറിയ ഉള്ളിക്കകത്ത് ഹൈ സൾഫർ കണ്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പുതിയ മുടി വരാനായിട്ട് ഒരുപാട് സഹായിക്കും. നമ്മൾക്ക് ചെറിയ ഉള്ളിയുടെ നീരാണ് ആവശ്യമുള്ളത്. ഞാനിതിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അരച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. എങ്ങനെയായാലും ഇതിൻ്റെ നീര് നമ്മൾക്ക് നല്ലപോലെ കിട്ടണം. 3 ടേബിൾ സ്പൂൺ നീരാണ് ആവശ്യമുള്ളത്. അപ്പം അത്രയും ക്വാണ്ടിറ്റി ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിപ്പം ഇവിടെ നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമ്മൾക്ക് എടുക്കണം. ഏതാണ്ട് 3 ടേബിൾ സ്പൂണെങ്കിലും കിട്ടണം. ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞ് 3 ടേബിൾ സ്പൂൺ ജ്യൂസ് എടുക്കണം. ഇത്രയും ഉള്ളി എടുത്തു കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ നമ്മൾക്ക് കിട്ടും. ഇതിനകത്ത് തീരെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഉള്ളിയുടെ ജ്യൂസ് മാത്രമേ പാടുള്ളൂ. തീരെ കുറവ് ഉള്ളി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിത് അടിച്ചെടുക്കാനും പാടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം. ഇതിപ്പം ഇവിടെ 3 ടേബിൾ സ്പൂൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള കട്ടൻ ചായയും ഉലുവയും കൂടിയിട്ടുള്ള മിക്സ് ചൂടാറിയോ എന്ന് നോക്കുക. ചൂടാറിയിട്ടുണ്ടെങ്കിൽ മാത്രം അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ഉള്ളി നീര് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയിട്ടില്ലെങ്കിൽ ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം നമ്മളുടെ മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടും തേക്കാം. അങ്ങനെ തേക്കുകയാണെങ്കിൽ 30 മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും ഹെർബൽ ഷാമ്പു വെച്ച് കഴുകിക്കളയാം. ഉള്ളിനീരും കൂടി ഉള്ളതുകൊണ്ട് ഇതിന് ചെറിയൊരു മണം ഉണ്ടായിരിക്കും. അപ്പം ഹെർബൽ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ മുടി ഒരുപാട് ഡ്രൈ ആയി പോകുമെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യമേ തന്നെ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഈ മിക്സ് നമ്മൾക്ക് തേച്ച് കൊടുക്കാം. ഈ മിക്സ് തേച്ച് കൊടുത്തതിന് ശേഷം 20 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളിത് തല കഴുകിക്കളയാനായിട്ട്. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ കൂടെ ഒന്നുകിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഞാനൊരു എണ്ണ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള എണ്ണയാണ്. ആ എണ്ണയാണ് ഞാനിവിടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഞാനിവിടെ ഈ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളുടെ തലയിൽ തേക്കാം. ഫിംഗർ ടിപ്പ് വെച്ചിട്ട് വേണം ഇത് സ്കാൽപ്പിൽ മുഴുവനായിട്ട് തേച്ച് കൊടുക്കാൻ.
പിന്നെ ബാക്കിയുണ്ടെങ്കിൽ അത് മുടിക്കകത്തും തേച്ച് കൊടുക്കാം. മുടിക്ക് നല്ല ഷൈനിങ്ങും കറുപ്പ് കളർ കിട്ടാനും കട്ടൻ ചായ നല്ലതാണ്. എപ്പോഴും നമ്മൾ തലയിൽ എണ്ണ തേക്കുകയാണെങ്കിലും ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിലും മുടിയിലത്തെ കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം മുടി നന്നായി ചീവിയിട്ട് വേണം സ്കാൽപ്പിൽ ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ഇത് നല്ലപോലെ മുടിക്കകത്തൊക്കെ പിടിക്കുന്നത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 20 മിനിറ്റെങ്കിലും നമ്മൾ മസാജ് ചെയ്യണം. അത് എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാലും 20 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും മുടിക്കകത്തൊക്കെ ഇത് നല്ലപോലെ പിടിച്ച് നല്ല ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടുന്നത്. ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. ഏറ്റവും നല്ലത് ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഫ്രഷായിട്ട് ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്